ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ എന്താ പറയുക, കണ്ടൻറ്റ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. കണ്ടൻറ്റിന് എവിടെയും തേടി പോകേണ്ട ആവശ്യമില്ല. രണ്ട് കിഴങ്ങന്മാർ വന്നിട്ടുണ്ട്. വലിയ മലയാള സിനിമയിലെ വലിയ പുലികളായിരുന്നു എന്ന് പറഞ്ഞ് വാചികടിക്കുന്ന രണ്ട് കിഴങ്ങന്മാർ. ഇവരെ വെച്ചിട്ട് കുറേ പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ല റീച്ച് കിട്ടാൻ ഇവർക്ക് സ്വന്തം ചാനലുണ്ട്, കൂടാതെ മറ്റു ചാനലിലും കൂടി ഇന്ന് വിളമ്പാണ്. ഇപ്പോൾ അതിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശാന്തിവളി ദിനേശനെ കുറിച്ചാണ്. ശാന്തിവളി ദിനേശൻ ഇരുന്ന് തകർക്കാണ് ഇപ്പോൾ ചാനലിൽ കയറിയിട്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇയാൾക്ക് ഒന്നും ആവാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഒന്നും ആവാൻ പറ്റാത്ത എൻ്റെ വിഷമങ്ങൾ ഇയാൾ ഇന്നിങ്ങനെ പറയാണ്. ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെങ്കിൽ, പഴയ പ്രൊഡ്യൂസർമാരൊക്കെ മാറി പുതിയ പ്രൊഡ്യൂസർമാർ മമ്മൂട്ടിയും മോഹൻലാലും ദുൽഖർ സൽമാനും അങ്ങനെ എല്ലാവരും സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ മറ്റേ പഴയ പ്രൊഡ്യൂസേഴ്സിനൊന്നും സിനിമ ഇല്ലാണ്ടായി എന്നൊക്കെയാണ് ഇയാൾ പറയണത്. അതിലിപ്പോൾ എന്താ പ്രശ്നമല്ല? അവർ പ്രൊഡ്യൂസേഴ്സായി അവരുടെ സിനിമ അവർ തന്നെയാണ് നിർമ്മിക്കുന്നത്, അവർ തന്നെയാണ് പൈസ മുടക്കുന്നത്. ആ സിനിമ പൊളിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. എന്തായാലും പ്രശ്നം തനിക്കെന്താ പ്രശ്നം? എനിക്കത് മനസ്സിലാവാത്ത. ഇയാൾക്കെന്താ പ്രശ്നം? ഇത് മുമ്പേ ഉള്ളത് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ചിയേഴ്സ് അങ്ങനൊരു പണ്ട് ഒരു പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മമ്മൂട്ടി മോഹൻലാലും സീമിയൊക്കെ ആയിരുന്നു ചിയേഴ്സ്, അങ്ങനെയുള്ള ടീം. ചിയേഴ്സ് എന്ന ഗ്രൂപ്പ്. അതുപോലെ കാസിനോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ പല അതിന് ശേഷമാണ് പിന്നെ മമ്മൂട്ടി മോഹൻലാലൊക്കെ സ്വന്തമായി തുടങ്ങിയത്. മോഹൻലാൽ പ്രണവം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഒന്നുമല്ല. അതിന് ശേഷമാണ് പിന്നെ ആശീർവാദമൊക്കെ വന്നത്. മമ്മൂട്ടി കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് പ്ലേ ഹൗസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ അത് മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയതൊന്നല്ലേ സംഭവം. ഇയാളെ വർത്താനം കണ്ടി ഇപ്പോൾ തുടങ്ങിയ പോലെ ഉണ്ട്. അപ്പോൾ സുരേഷ് കുമാറും ഇവരൊക്കെ പണ്ടത്തെ നിർമ്മാതാക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാലം മാറി, കഥ മാറി. നിങ്ങൾ അങ്ങനെ കുശുമ്പും കുനിട്ടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ചെയ്തോട്ടെ. ഇപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് എത്ര പേര് വരുന്നു? ഈ ഒരു വർഷം 200 സിനിമയ്ക്ക് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഈ 200 പേര് പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഇവർ സിനിമ വിജയിക്കില്ലെങ്കിൽ അവർ നല്ലൊരു കഥയും തിരക്കഥയും സംവിധാനം അല്ലെങ്കിൽ നല്ല നടന്മാരൊക്കെ വിജയിക്കും. നല്ല നടന്മാരൊന്നും വേണമെന്നില്ല ഇപ്പോൾ. പണ്ടത്തെ പോലെ മമ്മൂട്ടി മോഹൻലാലും ഒന്നും വേണമെന്നില്ല ഇപ്പോൾ. നല്ല തിരക്കഥയും സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ, വെറൈറ്റിയുള്ള കഥയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ചെറുപ്പക്കാരൊക്കെ സിനിമകൾ വന്ന ഇഷ്ടംമാതിരി വിജയിക്കില്ല. രോമാഞ്ചം അങ്ങനെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതൊന്നും സ്റ്റാർ വാല്യൂ നോക്കിയിട്ടല്ല വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ പല സിനിമകൾ. അപ്പോൾ അതിനൊന്നും പ്രാധാന്യം. വാഴ ഇതൊക്കെ വിജയിച്ചത് സ്റ്റാർ വാല്യൂ ഉണ്ടായിട്ടാണ്. അപ്പോൾ അതൊന്നും നല്ല വിഷയം. അപ്പോൾ ഇതൊന്നും നോക്കിയിട്ട് അസൂയപ്പെട്ടിട്ടും കുശുമ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നല്ല സിനിമ വരാണെങ്കിൽ നല്ല സിനിമ, നല്ല കഥ, തിരക്കഥ, സംഭവം, നല്ല നടന്മാരെന്ന് പറഞ്ഞാൽ ആ സിനിമയിലെ കഥാപാത്രം ഗംഭീരമാക്കാൻ കഴിവുള്ള നടന്മാർ. അല്ലാതെ ആ കഥാപാത്രത്തിൽ ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമ ആയിക്കോട്ടെ, രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള സിനിമകളിൽ അങ്ങനെ. അതുപോലെ തന്നെ പ്രേമലു എന്ന സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആവശ്യമില്ല. പക്ഷേ വമ്പ് വിജയില്ലേ? അതിൻ്റെ ആവശ്യമില്ല. അതിനെ പറ്റിയ ആൾക്കാർ, നടന്മാർ ചെയ്താൽ മതി. പക്ഷേ ഇവരൊക്കെ എന്നും കുറ്റം പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? മമ്മൂട്ടി മോഹൻലാലും മറ്റുള്ള നടന്മാരൊക്കെ അവർ കൂടുതൽ പൈസ വാങ്ങുന്നു. ഇപ്പോൾ അയാൾ തന്നെ ഈ ദിനേശൻ ആ വീഡിയോയിൽ പറയുന്നത് എന്താണെങ്കിൽ, സീരിയലിൽ അഭിനയിച്ച 10,000-15,000 വരുമാനം വാങ്ങിയിരുന്നാൽ 3 ലക്ഷം രൂപ വാങ്ങുന്നു, 4 ലക്ഷം രൂപ വാങ്ങുന്നു പറഞ്ഞാൽ അത് അവർ വാങ്ങിച്ചോട്ടെ. അത് കൊടുക്ക ആൾക്കാരുള്ള കാരണമല്ല അവർ വാങ്ങുന്നത്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ വിളിക്കില്ല. നമുക്ക് അത്യാവശ്യം അഭിനയിക്കാൻ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെയുള്ള പല നടന്മാർ ചെയ്യണേക്കാളും നന്നായിട്ട് നമുക്ക് അഭിനയിക്കാനൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ആരെങ്കിലും വിളിക്കേണ്ട, അതിന് സമയമായിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും സമയം ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഞാൻ വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞ സംവിധായകനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഇതിലേക്ക് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഈ വർഷം അവസാനം തന്നെ പൃഥ്വിരാജിനെ വെച്ചിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. വിഷ്ണു മോഹൻ എന്ന് പറയുന്നത് കഥ ഇന്ന് വരെ മേപ്പടിയാനിൽ അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള സംവിധായകനാണ്. മേപ്പടിയാൻ എന്ന സിനിമയിൽ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അത് നല്ല സിനിമയായിരുന്നു. അതിൻ്റെ കുറേ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ അതിൻ്റെ വിജയാഘോഷം ഗിരിജ തിയേറ്ററിൽ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു സംസാരിച്ചപ്പോൾ പൃഥ്വിരാജുമായിട്ടുള്ള സിനിമ ഈ വർഷം അവസാനം വരാൻ പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ മിടുക്കന്മാരായുള്ള ആളുകൾ കടന്നു വരട്ടെ. അതുപോലെ തന്നെ നമ്മളും സിനിമയിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരും. അപ്പോൾ എല്ലാവർക്കും ആശംസ നേർന്നു നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദിനേശ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട, മറ്റാൾക്കാരോട് ചെയ്യാനുണ്ട്.
ഓക്കെ.